ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ ചെയ്തത് ഒരു എയർ ഫ്രയർ ചിക്കൻ ബിരിയാണിയാണ്. ആൻഡ് ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഐ തോട്ട് ഓഫ് ഷെയറിങ് ദ റെസിപ്പി ടു. നമ്മളൊരു എയർ ഫ്രയർ ചിക്കൻ ബിരിയാണി ഗൂഗിളിൽ ചെയ്തപ്പോൾ വലുതായിട്ടൊന്നും നല്ലത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് മാരിനേഷൻ. അപ്പോൾ മാരിനേഷന് സാധാ എടുക്കുന്ന പോലെ നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല എടുത്തതിന് ശേഷം മുട്ടയുടെ വെള്ള, അതിനകത്തോടെ നമ്മുടെ കോൺഫ്ലോർ, കുറച്ചൊരു ക്രിസ്പിനെസ്സിന് വേണ്ടി കോൺഫ്ലോർ ആഡ് ചെയ്തു, നാരങ്ങ നീര് ആഡ് ചെയ്തു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്തു, ആൻഡ് ഓൾസോ തൈര്, ആ വൈറ്റ് കളറിലെ അത് തൈരാട്ടോ. നമ്മൾ കേർഡ് ആഡ് ചെയ്തു, ആ മുട്ടയുടെ വെള്ളം ഒഴിക്കുന്നുണ്ടല്ലോ. എന്നിട്ട് നന്നായിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കളർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ബിരിയാണി ഒരു ലുക്കിൽ കിട്ടാൻ വേണ്ടി കുറച്ച് കളറും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ കളറും ആഡ് ചെയ്തിട്ട് കൈവച്ച് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്തു, നമ്മൾ എയർ ഫ്രയറിൽ വെച്ചു. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമ്മൾ ഇത്തിരി പോലെ ഓയിൽ യൂസ് ചെയ്തതാണ് എയർ ഫ്രയറിൽ വെച്ച്. ആ ടൈം കൊണ്ട് വേറൊരാളിരുന്ന് സവാള എരിയുന്നുണ്ട്. അപ്പോൾ എയർ ഫ്രയറിൽ വെക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് പ്രീഹീറ്റ് ചെയ്യണം. പ്രീഹീറ്റ് ചെയ്തിട്ട് അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് ചിക്കൻ്റെ. അപ്പോൾ അതിലാണ് വെക്കേണ്ടത്. അപ്പോൾ 20 minutes ആണ് വരുന്നത്. ഫസ്റ്റ് നമ്മളൊരു 10 minutes 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ബേക്കിംഗ് പേപ്പർ വെച്ചിട്ട് അതിൽ ചിക്കൻ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിട്ട് എല്ലാം നമ്മൾ ഒറ്റ ഇതിൽ തന്നെയാണ് ഇത്രയും ചിക്കൻ വെച്ചത് കേട്ടോ. ചിക്കൻ വെച്ച് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത് കണ്ടോ, ചിക്കൻ വരുന്നത് 20 minutesലേക്കാണ്, 200 degree Celsius 20 minutes. അപ്പോൾ പക്ഷേ നമ്മൾ ഫസ്റ്റ് 10 minutes സ്റ്റോപ്പ് ചെയ്യാം. 10 minutes സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ ചിക്കൻ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് വേവും. ആൻഡ് ബൈ ദ ടൈം നമ്മൾ റൈസ് കുക്ക് ചെയ്യുന്നുണ്ട്. അതിൽ സാധാരണ ഇടുന്ന പോലെ ഗ്രാമ്പൂ, ഏലക്ക, കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടതിന് ശേഷമാണ് നമ്മൾ റൈസ് വെച്ചത്. കണ്ട, ഇതാണ് നമ്മൾ എയർ ഫ്രയർ ചെയ്ത് എടുത്ത ചിക്കൻ. ആൻഡ് ബൈ ദ വേ ഒരു സൈഡിൽ നമ്മൾ സവാള, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒക്കെ ഇട്ട് നമ്മുടെ ചിക്കൻ ബിരിയാണി മസാല ഇട്ട് നമ്മൾ അത് സോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ നമ്മൾ രണ്ട് സൈഡും 20 minutes വെച്ചെടുത്ത എയർ ഫ്രയർ ചിക്കൻ അതിലേക്ക് മിക്സ് ചെയ്തു. എന്നിട്ട് ഉപ്പൊക്കെ കറക്റ്റ് ആവശ്യത്തിന് നോക്കി ഇട്ട് കൊടുക്കുക, കുരുമുളക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലതായിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് സെറ്റായതിന് ശേഷം നമ്മൾക്ക് അടുത്ത പണിയെന്ന് വെച്ചാൽ എന്താണെന്നറിയോ, റൈസും സെറ്റായാലോ, ഇനി നമുക്ക് ദമ്മിടണം, മിക്സ് ചെയ്യണം. അപ്പോൾ കുറച്ച് മസാല നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു ഫസ്റ്റ് ലെയർ മസാലയുടെ മുകളിൽ കുറച്ച് റൈസ് ഇടുക. ആൻഡ് ആ റൈസ് ഇട്ടതിന് ശേഷം കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് അതൊന്ന് സെറ്റ് ചെയ്തിട്ട് ആ റൈസാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ ഫസ്റ്റ് ലെയർ ചിക്കൻ, സെക്കൻഡ് ലെയർ നമ്മുടെ 95% വെന്ത റൈസ്, അത് നന്നായി നിരപ്പാക്കി കുറച്ച് മല്ലിയിലൊക്കെ ഇട്ട് കൊടുക്കാം. ദെൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ വീണ്ടും തേർഡ് ലെയർ ആയിട്ട് ഇടുക. ആ ചിക്കൻ വിത്ത് മസാല തേർഡ് ലെയർ ആയിട്ട് ഇടുക. ആൻഡ് കുറച്ച് സവാളയും നമ്മൾ എയർ ഫ്രയറിൽ തന്നെ കേട്ടോ ഓയിലില്ലാതെ ചെയ്തെടുത്തത്. ആൻഡ് പിന്നെയും നമ്മൾ ചിക്കൻ ഇട്ടിട്ട് പിന്നെ അതിൻ്റെ ടോപ്പിൽ റൈസ് ഇടുക. ആ മിഡിലിൽ നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ലെയർ ചിക്കൻ, സെക്കൻഡ് ലെയർ റൈസ്, കുറച്ച് നെയ്യും കുറച്ച് ഇലയും ഇട്ടതിന് ശേഷം അതിന് മുകളിൽ വീണ്ടും നമ്മൾ ചിക്കൻ സെറ്റ് ചെയ്തു. പിന്നെ റൈസ് ഇട്ടിട്ട് അതിന് മുകളിൽ കുറച്ച് ഗീയും കൂടെ ഒഴിച്ചിട്ട് എന്താണെന്നറിയോ, നമ്മൾ സാഫ്രോൺ, കുങ്കുമപ്പൂവ് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നമ്മളൊന്ന് ഒഴിച്ചു ഒരു കളറിന് വേണ്ടി. പക്ഷെ അത് തീരെ കുറഞ്ഞു വേണ്ടി പിന്നെ നമ്മൾ ഇത്തിരി കളറൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം ലാസ്റ്റ് ആയിട്ട് റൈസും നമ്മൾ സെറ്റ് ചെയ്തു. അതിൻ്റെ ടോപ്പിങ്സിലായിട്ട് നമ്മൾ കുറച്ച് മല്ലിയില കൊടുത്തു, ഓണിയൻ കൊടുത്തു, ആൻഡ് സാഫ്രോൺ ഇട്ട വെള്ളം കൊടുത്തു. അതുപോലെ കുറച്ച് ഓയിലല്ല ഗീയും കൊടുത്തു. പിന്നെ കുറച്ച് മല്ലിയിലയും ഇട്ടു. ഓണിയൻ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ അല്ലേ. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് നേരം അടച്ച് അതിന് മുകളിലൊരു വെയിറ്റ് വെച്ചിട്ട് നമ്മളൊന്ന് ദം ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒഴിക്കാൻ പോകുന്നത് നമ്മൾ സാഫ്രോൺ, ഇത് ഗീ ആണ്. അത് കഴിഞ്ഞിട്ട് ഇത് സാഫ്രോൺ ഇട്ട വെള്ളമാണ് കേട്ടോ. അപ്പോൾ കളർ കുറച്ച് കുറവായതുപോലെ തോന്നിയോണ്ടാണ് നമ്മൾ കുറച്ചുകൂടെ ഒരു ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിയാണ്. അപ്പോൾ ആ ഹൈദരാബാദി സ്റ്റൈൽ ബിരിയാണിക്ക് അറിയാമല്ലോ, അത്യാവശ്യം പച്ച മഞ്ഞ കളർ ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ കളർ മിക്സ് ചെയ്തിട്ട് ബിരിയാണിയുടെ മുകളിൽ ഒഴിച്ചു.
എന്നിട്ടൊരു 5 minutes ദം ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഇങ്ങനെ ബിരിയാണി മിക്സ് ചെയ്യുമ്പോൾ ഒരു സ്മെല്ല് വരും. ആൻഡ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഓയിൽ ഭയങ്കര കുറവാണ്. ആ ബിരിയാണിക്കകത്ത് നമ്മൾ ഒഴിച്ചിട്ടുള്ള ഗീയുടെ അളവ് മാത്രമേ ഉള്ളൂ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടല്ല എടുത്തത്, ചിക്കന് നമ്മൾ ഒരുപാട് ഓയിൽ ഇട്ടിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഒരു എയർ ഫ്രയർ ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ട്രൈ ദിസ് ചിക്കൻ ബിരിയാണി. ഇറ്റ്സ് സോ ടേസ്റ്റി. എനിക്കാണെങ്കിൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിടക്കുന്നതിനേക്കാൾ ഇങ്ങനെ മിക്സ് ചെയ്തൊരു ബിരിയാണിയാണ് കൂടുതൽ ഇഷ്ടം. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ ഇതൊരു പ്രത്യേക ടേസ്റ്റാണ്. Just try that out and I hope you like this. So if you like this, please don't forget to like, share, comment and subscribe. See you on my next video. Bye bye.